ആര്യനെ യാത്രയാക്കിയിട്ട് ലാലേട്ടൻ വന്ന് അവരോട് പറയാണ്, വീട്ടിലുള്ളവരോട് പറയാണ്. ആര്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ആര്യൻ പോയി. ഇനി 2 ആഴ്ചയേ ഉള്ളൂ. ഓക്കെ, ജയിലിൽ പോകേണ്ട 2 പേരും എഴുന്നേറ്റ് നിൽക്കുന്നു. ലാലേട്ടൻ പറയുന്നു, നിങ്ങളുടെ കാര്യം എന്താണെന്ന് ബിഗ് ബോസ് പറയും, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ലാലേട്ടൻ അവരോടും യാത്ര പറയുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബിഗ് ബോസ് വീട്ടിലെ ഓരോ നീക്കവും ഇനി വളരെ നിർണായകകരമാണ്. അടുത്ത ആഴ്ച വീട്ടിലെത്തുന്ന മണി ബോക്സിലൂടെ ഗെയിമിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം. വീണ്ടും അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞ് അക്ബറും സാബുമോനോട് സംസാരിക്കുകയാണ്. അക്ബർ കരയുന്നുണ്ട്, കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ആര്യൻ പോയതിൻ്റെ വിഷമമാണ് അക്ബർ പറയുന്നത്. അവൻ മാത്രമേ എന്നോട് സംസാരിക്കുന്നുള്ളായിരുന്നുള്ളൂ, ഒരു ദിവസം പോലും അവൻ എന്നോട് സംസാരിക്കാതിരുന്നിട്ടില്ലെന്ന്. അത് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത്, നിവിനും അക്ബറും സ്റ്റോർ റൂമിലിരിക്കുന്ന ജയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് ജയിലിൽ പുതിയ ക്യാപ്റ്റനായ നൂറ അവർ ജയിലിലടയ്ക്കുമെന്ന് ബിഗ് ബോസ് വിളിച്ച് പറയുന്നു. അത് കേട്ട ഉടനെ അതിൽ വാവ് എന്ന് പറഞ്ഞിട്ട് നൂറെ വന്ന് കെട്ടിപ്പിടിക്കുന്ന, കൺഗ്രാജുലേഷൻ പറയുന്ന പുതിയ ക്യാപ്റ്റന് എന്ന് പറയുമ്പം നൂറ പറഞ്ഞുകൊണ്ട് പോകുന്നത്, എനിക്ക് സ്ട്രിക്റ്റ് ഒന്നും ആവണ്ട, എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മതിയെന്ന്. അങ്ങനെ നൂറ അക്ബറിനെയും നിവിനെയും ജയിലിലടയ്ക്കുകയാണ്. എന്നിട്ട് നൂറ പറയുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ വന്ന് തുറന്നു തരാമെന്ന് പറയുന്നു. ശരിയെന്ന് പറയുന്നു. അപ്പോൾ അവർ ജയിലിലടച്ചിട്ട് നൂറ പോയി കഴിയുമ്പോൾ സാബുമോൻ അങ്ങോട്ട് വരുവാണ്. സാബുമോനെ കണ്ട ഉടനെ അക്ബർ പറയുന്നത്, എടാ മാനിപ്പുലേഷൻ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നോട് മിണ്ടാതൊന്നും ഇരിക്കല്ലേന്ന്. ഞാൻ നിങ്ങളോട് മിണ്ടുമെന്ന് പറയുന്നു. ഇല്ല, ആരെയും പോയി അവനായിരുന്നു എന്നോട് സംസാരിക്കുന്നത്, മറ്റുള്ളവരൊക്കെ എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ നീയും കൂടെ എന്നോട് സംസാരിക്കാതിരിക്കല്ലേ എന്ന് പറയുകയാണ് അന്ന് അക്ബർ. സാബുമോൻ ചോദിക്കുന്നു, അവർക്ക് നിന്നോട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർക്ക് എന്നോട് ബുദ്ധിമുട്ട് കാണും സംസാരിക്കാൻ, അവർക്കാർക്കും ഓൾറെഡി എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ക്യാപ്റ്റൻസിയിൽ ഞാൻ വന്നപ്പോൾ ഇത്രയും പണികളൊക്കെ വന്നത്. പക്ഷേ ഷാനവാസിന് ഇപ്പോഴും നിങ്ങളോട് പേഴ്സണലായിട്ട് എടുത്തു വെച്ചിരിക്കുകയെന്ന് സാബുമോൻ പറയുന്നു. കണ്ടിട്ട് അതുപോലെ തോന്നുന്നു എനിക്ക്. എടാ, ഇവൻ ആ ബോട്ടിലെടുത്ത് എനിക്കിനി അങ്ങനെ ആവർത്തിക്കാൻ വയ്യ, അക്ബർ പറയാണ്. അങ്ങനെ ഒരു ബോട്ടിൽ വീണപ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് എടുത്തിട്ട് വീണതാണെന്ന് ഞാൻ കരുതി പോയടാ. ഉടനെ സാബുമോൻ പറയുന്നു, അനീഷേട്ടൻ ഭയങ്കര സെലക്റ്റീവാണ്. അക്ബർ പറയുന്നു, അനീഷേട്ടൻ സെലക്റ്റീവാണ്, എല്ലാവരും സെലക്റ്റീവ് ആടാ. പിന്നെ സാബുമോൻ പറയുന്നു, ബാക്കിയുള്ളവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ. എന്നിട്ട് പിന്നെ നിവിൻ, അവൻ ഇച്ചിരി ഓവറായിരുന്നു പറയുന്നു. അതെ, നല്ല അഗ്രസീവ് ആയിരുന്നെന്ന് സാബുമോൻ പറയുന്നു. അക്ബർ പറയാം, ഷാനവാസിക്കോട് ഒരു സോറി പറയണം, ഇപ്പോൾ അല്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട്, നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്, കാരണം ഞാനിപ്പോൾ പോയി പറയും നോമിനേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്ന്. അക്ബർ പറയാണ്, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാവരുടെയും ശത്രുവായി മാറിയില്ലേ, ആദില, നൂറ, ഷാനവാസ്, അനിമോള്. അപ്പം നിവിൻ പറയുന്നത്, ഞാനും. നിങ്ങൾ മാത്രമല്ല ഞാനും എന്ന് നിവിൻ പറയുമ്പോൾ അക്ബർ പറഞ്ഞു, നീ പണ്ടേ ശത്രുവാണ്, നീ സാബുമോൻ്റെ ശത്രുവാണ് ആവാനുള്ളത്, ബാക്കി എല്ലാവരുടെയും ശത്രുവാണ് ഞാനെന്ന് അക്ബർ വിളിച്ച് പറയാറ്. നിവിൻ പറയുന്നത്, അതിനി ഉടനെ ആയിക്കോളും, 2 ആഴ്ചയില്ലേന്ന്. സാബുമോൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു ശത്രുക്കളാകുമെന്ന്. നിവിൻ പറയുന്നത്, എനിക്കിനി പണപ്പെട്ടി എടുക്കാൻ പറ്റില്ലെന്ന്. അതെന്തായിരിക്കും അങ്ങനെ? പണപ്പെട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.